എന്തായാലും അത് വെറുതെ ഒരു സമയത്ത് ഒരു ഫൈൻ ഡേ ആ കണക്ക് വേണമെന്ന് ആവശ്യപ്പെടുന്നതല്ലോ. ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതും നമ്മൾ നേരത്തെ ശബരിമലയുടെ കാര്യം പറഞ്ഞതുപോലെ ഒരുപാട് ഭക്തരുള്ള ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. അപ്പോൾ അവിടെ ഗുരുതരമായ ചില സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് എന്ന ആരോപണം ഉയരുമ്പോഴാണ് ആ സുരക്ഷയ്ക്കായി നൽകിയ ഫണ്ടിൻ്റെ കണക്കെത്ര എന്ന ചോദ്യം ഉണ്ടാകുന്നത്. അത് മറുപടി പറയാൻ ക്ഷേത്ര ഭരണസമിതി ബാധ്യസ്ഥമാണ്. അത് കെ മുരളീധരൻ്റെ നിലപാട് അക്ഷരാർത്ഥത്തിൽ ശരിയുമാണ്. അതിനിടയിൽ ഈ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അമൂല്യ വസ്തുക്കൾ നഷ്ടപ്പെട്ടെന്ന പോലീസ് റിപ്പോർട്ട് തള്ളുന്നു ക്ഷേത്ര ഭരണസമിതി. റിപ്പോർട്ട് സമർപ്പിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകി. വിവരങ്ങളുമായി എസ് വിനേഷ് കുമാർ തന്നെ തുടർന്നു. വിനേഷ്, ഈ വൈരനാമ അടക്കമുള്ള വജ്രാഭരണങ്ങൾ, അമൂല്യ വസ്തുക്കൾ കാണാതായെന്ന് പോലീസ് കൃത്യമായി റിപ്പോർട്ട് കൊടുത്തതാണ്. അപ്പോൾ ഈ പരാതി ഉയരുമ്പോൾ, പോലീസ് റിപ്പോർട്ട് വരുമ്പോൾ കാണാതാവുന്ന സാധനങ്ങൾ വളരെ പെട്ടെന്ന് അവിടെ പ്രത്യക്ഷമാകുന്നു എന്നും ചില നാട്ടുകാർ പറയുന്നുണ്ട്. വിനേഷ്, കാശ്മീർ അത് തന്നെയാണ്. കാരണം ഇവിടെ നിന്ന് കാണാതാവുന്നത് പലപ്പോഴും ഇത് പോളിഷ് ചെയ്യുന്നതിനും മറ്റും കൊണ്ടുപോവുകയാണ് എന്നാണ് ഭരണസമിതി പറയുന്നത്. അവരുടെ ഒരു വാദം അങ്ങനെയാണ്. അത് പൂർണ്ണമായും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഇവിടെ മുമ്പും ഇത്തരത്തിലുള്ള നിരവധി ആരോപണങ്ങൾ വന്നതാണ് ഭരണസമിതിക്ക് ഉൾപ്പെടെ. കാരണം നമുക്കറിയാം, ഈ നിലവറയ്ക്കുള്ളിൽ കോടാനുകോടി രൂപയുടെ വസ്തുക്കളുണ്ട്. അതിൽ പൊടിയായും പൊട്ടിയതും പൊടിഞ്ഞതുമായ ഒരുപാട് സാധനങ്ങൾ ചാക്കിൽ നിറച്ചെല്ലാം സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് എന്തെല്ലാം സാധനങ്ങൾ കളവ് പോകുന്നുണ്ടോ അല്ലെങ്കിൽ കാണാതാവുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായ ഒരു അന്വേഷണമുണ്ട്. നമുക്കറിയാം, സുപ്രീം കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറിയുടെ ഒരു നിയന്ത്രണത്തിലായിരുന്നു യഥാർത്ഥത്തിൽ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയിരുന്നത്. എന്തായാലും ഇവിടെ നിന്ന് ഇപ്പോൾ കാണാതായിരിക്കുന്ന വസ്തുക്കൾ, അതുപോലെ തന്നെ ഈ സ്വർണത്തിൻ്റെ ഉരുപ്പടികൾ ഉൾപ്പെടെ ഇവിടെ നിന്ന് ഇത് പോളിഷ് ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ഭരണസമിതി പറയുന്നു ഒന്നും കാണാതായിട്ടില്ല, എല്ലാം തിരിച്ച് അവിടെ തന്നെ ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ പോലീസ് വളരെ കൃത്യമായി തന്നെ പോലീസ് അന്വേഷണ റിപ്പോർട്ട് DGP ഉൾപ്പെടെയുള്ള ആളുകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തിയതാണ്. പക്ഷേ ഭരണസമിതി ഇതൊന്നും തന്നെ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. മാത്രമല്ല, നമുക്കറിയാം, കവടിയാർ കൊട്ടാരത്തിൽ കഴിഞ്ഞ ആഴ്ചകൾക്ക് മുമ്പ് അവിടെ നിന്നും മോഷണം പോയിരുന്നു. പക്ഷേ അത്തരത്തിൽ മോഷണം പോയിട്ടില്ല, മോഷണം പോയി എന്ന് പറയുമ്പോഴും അവിടേക്ക് പുറത്തുനിന്ന് പ്രവേശനമില്ല, പുറത്തുനിന്ന് ആരെയും അകത്തേക്ക് കടത്തി. അല്ല വിനേഷ്, അത് കൃത്യമായി ഈ പറഞ്ഞ വൈരനാമ അടക്കം, വജ്രമടക്കം, ഇത്ര കൃത്യം ഗ്രാം സ്വർണ്ണമടക്കം കാണാതെ പോയെന്ന് പോലീസ് ചുമ്മാ പറഞ്ഞു. അത് മാത്രം പറഞ്ഞതല്ല, ആൾക്കാർ അനാവശ്യമായി അവിടെ കയറി ഇറങ്ങുന്നു, യാതൊരു തരത്തിലുള്ള സുരക്ഷാ പരിശോധനയും ഇല്ലാതെ കയറി ഇറങ്ങുന്ന ആൾക്കാരുടെ പേര് എണ്ണി പറഞ്ഞടക്കം കൊടുത്ത റിപ്പോർട്ടാണ്. അതെങ്ങനെയാണ് ഒന്നും കാണാതെ എഴുതി കൊടുത്തു എന്ന് ഭരണസമിതിക്ക് പറയാൻ പറ്റുക? വിനേഷ്, കാശ്മീർ അത് കൃത്യമാണ്. പോലീസിൻ്റെ റിപ്പോർട്ട് നമ്മൾ അന്വേഷിച്ചപ്പോൾ വളരെ കൃത്യമാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. അവിടെ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, ആളുകൾ കയറുന്നുണ്ട്. കാരണം ഈ കൊട്ടാരവുമായി ബന്ധപ്പെട്ട ആളുകളും അതുപോലെ തന്നെ ഈ ക്ഷേത്ര ട്രസ്റ്റുമായി ബന്ധപ്പെട്ട ആളുകളും അവിടെ കയറി ഇറങ്ങുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. നമുക്കറിയാം, എല്ലാവിധ പരിശോധനകളും നടത്തിയിട്ടൊന്നുമല്ല ആളുകളെ അങ്ങോട്ട് പോകുന്നതും ഇറങ്ങി വരുന്നതൊന്നും അത്ര പരിശോധനകളില്ല. അവിടെ ക്ഷേത്രത്തിലെ വിശ്വാസികൾക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ, ഇത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻ ഉള്ളത്. അല്ലാതെ ഇവർക്ക് വേണ്ടപ്പെട്ട ആളുകൾ കയറി ഇറങ്ങുന്നു എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ആ റിപ്പോർട്ടിൽ കൃത്യമായി പോയി വരുന്ന ആളുകളെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ ഭരണസമിതി നിഷേധിക്കുകയാണ്, ഇത് പൂർണ്ണമായി തള്ളുകയാണ്. അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല, ഇവിടെ നിന്ന് ഒന്നും നഷ്ടപ്പെടുന്നില്ല. എല്ലാം ഇവിടെ കൃത്യമായി തന്നെ നമ്മൾ മറ്റ് ആവശ്യങ്ങൾക്ക് പോളിഷ് ചെയ്യുന്നതിനോ മറ്റ് ആവശ്യങ്ങൾക്കോ അത് ചെയ്ത് അവിടെ തന്നെ ഭദ്രമായി തന്നെ അവിടെ എത്തിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അത് എത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ കഴിയും എന്നുള്ളത് വരും ദിവസങ്ങളൊക്കെ അറിയാം. കാരണം പോലീസ് ഇതിൽ വളരെ കൃത്യമായി തന്നെ ഒരു അന്വേഷണം നടത്തി. കാരണം അത്രത്തോളം ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. എന്തായാലും പോലീസ് അല്ലാതെ ഒരു റിപ്പോർട്ട് കൊടുക്കാനുള്ള ഒരു സാധ്യതയില്ല. പോലീസ് കേന്ദ്രങ്ങൾ പറയുന്നതും അത് തന്നെയാണ്. കാരണം ഇവിടെ ഇത്തരത്തിലുള്ള കുറേ ഇത്തരത്തിൽ ഇവർക്ക് താല്പര്യമുള്ള, അതായത് ഭരണസമിതിക്കും അതുപോലെ തന്നെ കൊട്ടാരത്തിനും ഒക്കെ താല്പര്യമുള്ള ആളുകൾ കയറി ഇറങ്ങുന്നുണ്ട്. പല വസ്തുക്കളും ഇവിടുന്ന് നഷ്ടമാകുന്നുണ്ട്. ഉരുപ്പടി ഉൾപ്പെടെ ഇതിൽ സ്വർണത്തിൻ്റെ ഗ്രാമിൽ കുറവ് വന്നിട്ടുണ്ട്, ഇതിൽ പവനിൽ കുറവ് വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. മറ്റു പല വസ്തുക്കളും, കാരണം നമുക്കറിയാം, ക്ഷേത്രത്തിൽ ഒരുപക്ഷെ കേരളത്തിലെ അല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരനായ ഒരു ദൈവം എന്ന് വേണമെങ്കിൽ നമുക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തെ വേണമെങ്കിൽ സൂചിപ്പിക്കാം. അത്രത്തോളം കോടികൾ ആസ്തിയുള്ള ഒരു ക്ഷേത്രം ഈ ഒരു ട്രസ്റ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.